ഒരു വീട് പണിയുന്നത് എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് വീട് പണിതവർക്കെല്ലാം അറിയാം. കൂടെ നിന്ന് പണിയിച്ചിട്ട് പോലും സമയത്തിന് പണി തീർക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ ദൂരെ ഇരുന്ന് വീട് പണിയുന്നവരുടെ കഷ്ടപ്പാട് എത്ര മാത്രമാണെന്ന് ഓർത്തു നോക്കൂ. അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കാൻ 10 കാര്യങ്ങൾ. വിദേശത്തിരുന്ന് ചെയ്യാവുന്ന തയ്യാറെടുപ്പുകൾ എല്ലാം നടത്തുക. അതായത് മാസികകളും ഇന്റർനെറ്റും പരതി വീടിനെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാക്കിയെടുക്കുക. ആർക്കിടെക്റ്റിനോട് പറയാനുള്ള കാര്യങ്ങൾ അക്കമിട്ട് എഴുതി വെക്കുക. അടുത്ത പടി ഇഷ്ടപ്പെട്ട ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയറെയോ കണ്ടെത്തുകയാണ്. ഇന്റീരിയർ മാസികകളിൽ നിന്ന് ഓരോ ആർക്കിടെക്റ്റുമാരുടെയും ശൈലികൾ മനസ്സിലാക്കാം. അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സഹായത്തോടെ പരിചയവും വിശ്വാസ്യതയുമുള്ള ആളെ കണ്ടെത്താം. നാട്ടിലെത്താൻ കാത്തിരിക്കാതെ അവിടെ നിന്ന് തന്നെ അവരെ വിളിച്ചു സംസാരിക്കുക. നിങ്ങൾക്കിണങ്ങിയ ആർക്കിടെക്റ്റ് ആണെന്ന് തോന്നിയാൽ നാട്ടിലെത്തിയാലുടൻ കാണാൻ പാകത്തിന് കാര്യങ്ങൾ തീരുമാനിക്കുക. ഗൾഫുകാരന്റെ വീട് മോശമാക്കാൻ പറ്റുമോ എന്ന ചിന്താഗതിയോടെ വീട് പണിക്കിറങ്ങരുത്. പൊങ്ങച്ചക്കൂടാരമായി മാറരുത് വീടുകൾ. അനാവശ്യമായ അലങ്കാരങ്ങൾ വീടിന്റെ ഭംഗി കുറയ്ക്കും, പോക്കറ്റും കാലിയാക്കും. പണം കൊടുക്കാനുള്ള മെഷീനായി മാറാതെ ഓരോ കാശും ചെലവാക്കുന്നത് എന്തിനാണെന്ന് കൃത്യമായി അറിയണം. പ്രവാസികളാകുമ്പോൾ പൈസയുണ്ടല്ലോ എന്നു കരുതി ചൂഷണം ചെയ്യാനുള്ള പ്രവണതയുണ്ട്. ഇത്ര ബജറ്റിൽ ഒതുങ്ങുന്ന വീട് എന്നല്ല, ഇന്ന സൗകര്യങ്ങളുള്ള വീട് വേണം എന്നാണ് പലരും ആവശ്യപ്പെടുക. ഈ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുമ്പോൾ എത്ര ചെലവാകും എന്ന മനോഭാവമാണ് എല്ലാവരും മുതലെടുക്കുന്നത്. ശമ്പളം, ജോലി സ്ഥിരത, ജോലി നഷ്ടപ്പെട്ടാലും വായ്പ തിരിച്ചടയ്ക്കാനുള്ള ശേഷി തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമേ ബജറ്റ് നിശ്ചയിക്കാനാവൂ. ഇപ്പോൾ കയ്യിൽ പൈസയുള്ളതിനാൽ വലിയ വീട് വെക്കാം എന്ന നയം ശരിയല്ല. നാട്ടിലെത്തിയാൽ ആർക്കിടെക്ടറും കോൺട്രാക്ടറും ഒക്കെ ചെയ്തിട്ടുള്ള വീടുകൾ നേരിട്ട് പോയി കണ്ട് വീട്ടുകാരുമായി സംസാരിച്ച് ആളുടെ വിശ്വാസ്യത ഉറപ്പാക്കുക. അനുഭവ സമ്പത്തും സാമ്പത്തിക തികവുമുള്ള ആളെ തിരഞ്ഞെടുക്കണം. കിണർ കുഴിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ നാട്ടിലെത്തുമ്പോഴേക്ക് ബന്ധുക്കൾ വഴി ചെയ്തു വെക്കാം. ബന്ധുക്കൾ ഏർപ്പെടുത്തുന്ന ആളുകളെ നേരിട്ട് വിളിച്ച് സംസാരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആശയങ്ങൾ കൃത്യമായി കൈമാറാൻ പണിക്കൂലിയെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണ കിട്ടാനും ഇത് സഹായിക്കും. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കരുത് എന്നതാണ് ഓർക്കേണ്ട പ്രധാന കാര്യം. ഒന്നിനും ഒരു കുറവ് വരുത്തേണ്ട എന്ന് കരുതി വീട്ടിലേക്കുള്ള മൊട്ടുസൂചി വരെ വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന ചിലരുണ്ട്. എന്നാൽ വൈവിധ്യമുള്ളതും ഗുണനിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ നിറഞ്ഞ വിപണിയാണ് നമ്മുടേത്. അത് പലരും മനസ്സിലാക്കുന്നില്ല. പലപ്പോഴും വിദേശത്ത് വില കൂടുതലാകാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, സർവീസിംഗ് സംബന്ധിച്ച കാര്യങ്ങളിൽ പിന്നീട് ബുദ്ധിമുട്ട് നേരിടാൻ സാധ്യതയുണ്ട്. ചില ഉൽപ്പന്നങ്ങൾ ഫിറ്റ് ചെയ്യുമ്പോൾ അനുബന്ധ സാധനങ്ങളുടെ അളവിൽ വ്യത്യാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാങ്ങുമ്പോൾ ആർക്കിടെക്റ്റിന്റെയോ എഞ്ചിനീയറുടെയോ ഉപദേശം തേടുക. ഇനി ഒരു കൂട്ടരുണ്ട്, ഗൃഹാതുരതയുടെ അസുഖമുള്ളവർ. ഇക്കൂട്ടർക്ക് നീളൻ വരാന്തയും തൂണുകളും നാലുകെട്ടുകളും പടിപ്പുരയും ഒക്കെ ഇല്ലെങ്കിൽ സമാധാനമാകില്ല. എന്നാൽ ഗൃഹാതുരതയ്ക്കായി ഇത്തരം സാധനങ്ങൾ കുത്തി നിറയ്ക്കുമ്പോൾ ഇത് വീടിന്റെ സ്വാഭാവികതയെ ബാധിക്കും. അടച്ചിടുന്ന വീടാണെങ്കിൽ മഴ പെയ്യുന്ന നടുമുറ്റമൊക്കെ പണിയായി മാറാം. പാരമ്പര്യ ശൈലിക്കൊപ്പം ഇന്റീരിയറിൽ വിദേശ സാമഗ്രികളും ഫിനിഷുകളും കൂടിയാകുമ്പോൾ കുളമാകും. വീട് അടച്ചിടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടുത്തുക. അത്യാവശ്യത്തിനുള്ള ഫർണിച്ചറും സാധനങ്ങളും മാത്രം വാങ്ങിയിടുക. അപ്പോൾ പിന്നെ പേടിക്കണ്ട. വിദേശത്തെ താമസത്തിനിടയിൽ ശീലിച്ച പല കാര്യങ്ങളും വീട്ടിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുന്നവരുണ്ട്. സ്വിമ്മിംഗ് പൂൾ, ബാത്ത്, സങ്കീർണമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ വീട്ടിൽ വേണമെന്ന് വാശി പിടിക്കരുത്. വീട് അടച്ചിട്ട് തിരിച്ചു പോകുന്നവരാണ് മിക്കവരും. ഉപയോഗിക്കാതെ ഇരുന്നാൽ പല ഉൽപ്പന്നങ്ങളും കേടാകും. അടച്ചിടാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മെയിൻ്റനൻസ് കുറഞ്ഞതും കേടാകാൻ സാധ്യത കുറവുള്ളതുമായ ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. സ്ഥിരതാമസമാകുമ്പോൾ ബാക്കി സൗകര്യങ്ങൾ ഉൾപ്പെടുത്താം. ആർക്കിടെക്റ്റ്, കോൺട്രാക്ടർ, പെയിന്റർ, പ്ലംബർ, ഇലക്ട്രീഷ്യൻ തുടങ്ങി എല്ലാവരെയും ചേർത്ത് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഇതിലൂടെയാകട്ടെ ആശയവിനിമയം. ഓരോ ദിവസത്തെയും പണികൾ വിശകലനം ചെയ്യാം. സംശയമുള്ള ഇടങ്ങളുടെയും മെറ്റീരിയലിൻ്റെയുമൊക്കെ പടങ്ങൾ അപ്പോൾ തന്നെ കണ്ട് അഭിപ്രായം അറിയിക്കാം. മാത്രമല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് തെളിവുണ്ടായിരിക്കുകയും ചെയ്യും. എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചാൽ പണിക്കാർക്ക് കൈമലർത്താൻ പറ്റുകയുമില്ല.